ഒരു ശബരിമല ഡ്യൂട്ടിയാണ് എൻ്റെ ആദ്യത്തെ നോവലിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ശബരിമല സാധാരണ ഒരു പോകുന്നവർക്കറിയാം, ഒരു തവണ മല കയറി ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു കടമ്പയായിട്ട് തോന്നുന്നൊരു മനുഷ്യരാണ്. നമുക്കൊരു ദിവസത്തിലൊരു 3 തവണയോളം അങ്ങനെ കയറി തിരിച്ചിറങ്ങേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ ഡ്യൂട്ടി പോയിൻറ്റിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയത്താണ് വെറുതെ ഇങ്ങനെ ഒരു കഥ ഇങ്ങനെ ചിന്തിച്ചാണ്, ആ യാത്രയെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചതാണ് ആദ്യത്തെ നോവലായിട്ട് മാറുന്നത്. പിന്നെ അത് നോവലിൽ എന്ന് പറയുമ്പോഴും അതിനകത്ത് കുറച്ച് അനുഭവങ്ങളുണ്ട്. കാരണം ഞാൻ ഈ പ്രളയകാലത്ത് ഈ കേരളത്തിൽ ഈ ചെങ്ങന്നൂർ, ആലപ്പുഴയൊക്കെ പ്രളയ ഡ്യൂട്ടികളിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്തുള്ള ഡ്യൂട്ടി ഓർമ്മകൾ ആണ് പലപ്പോഴും ഈ നോവലിലേക്ക് നമുക്ക് എഴുതാനായിട്ടും ഈ നീ എന്നോടുകൂടെ പ്രതീക്ഷിച്ചിരിക്കുന്നുള്ള നോവൽ എഴുതാനായിട്ടുള്ള കുറേ അനുഭവങ്ങളായിട്ട് വന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വായനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സജീവമായ വായന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്ത് എനിക്ക് തന്നത് പോലീസാണ്. കാരണം പോലീസിൽ വന്നതിന് ശേഷം ആ സാറ് പറഞ്ഞ പോലെ ട്രെയിനിങ്ങിൻ്റെ ഒരു കഠിനമായൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകില്ലെന്ന്. ചില സമയങ്ങളിലെങ്കിൽ ഈ ഇതെങ്ങനെ മറികടക്കാൻ ചിലപ്പം പുസ്തകങ്ങൾ വായിക്കേണ്ട ഒരു ശീലം നമുക്ക് ഉണ്ടായി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ വായിക്കുകയും ഒരു ആഴ്ചയിൽ 2 പുസ്തകമെങ്കിലും വായിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തും, ഒരല്പസമയമെങ്കിലും വായിച്ച് പോകണം എന്നുള്ളൊരു തോന്നൽ അതിങ്ങനെ തുടരുകയാണ്, ഇപ്പോഴും ഉണ്ട്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ആ വായനയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ എഴുതാനുള്ള കുറച്ച് അക്ഷരങ്ങൾ നമുക്ക് സ്വായത്തമായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം ഈ നമ്മുടെ കാഴ്ചകൾ, നമ്മൾ പോലീസിൽ നമ്മൾ ജീവിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ അപ്പുറമാണെന്നേ, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ കാണുന്ന കാഴ്ചകളെ പുറത്തുള്ള ഒരാൾക്ക് കാണാൻ കഴിയുമോ എന്ന് സംശയമാണ്. അത്രയും മാത്രം ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ, അതെന്ത് തന്നെ ആയാലും, സങ്കടങ്ങളുടെ ആയാലും സന്തോഷത്തിൻ്റെ ആയാലും എന്തിൻ്റെയും കാഴ്ചകൾ കടന്നു പോകുന്നത് നമ്മുടെ മുന്നിലൂടെയാണ്, നമ്മുടെ കണ്ണുകളിലൂടെയാണ്. അപ്പം അത്തരം കാഴ്ചകളും ഒക്കെ ആയിരിക്കാം നമ്മളെ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്വാധീനിച്ച കാഴ്ചകളാണ് 2 നോവലുകളായിട്ട് പുറത്തു നിന്നുള്ള. അതിൻ്റെ ആദ്യത്തേതാണെങ്കിലും രണ്ടാമത്തേതാണെങ്കിലും ഈ 2 നോവലുകളും ആ കാഴ്ചകളിലൂടെ പുറത്തു നിന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസ് തന്നെയാണ്, ഈ ഒരു ജോലി തന്നെയാണ് എന്നിലെ എഴുത്തിനെ പുറത്തു കൊണ്ടുവന്നെന്നുള്ളതാണ്.